ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 50 വർഷം പഴക്കമുള്ള റെസിപ്പിയാണ് കേട്ടോ. ഈ റെസിപ്പി എനിക്ക് തന്നത് ഫാദർ ഇൻ ലോ ആണ് കേട്ടോ. ഫാദർ ഇൻ ലോ ഇപ്പോൾ ഇല്ല. ഞാനൊരു 2-3 വർഷത്തിന് മേലെയായി ഈ റെസിപ്പി ഞാൻ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട്. ഞാൻ തലേ ദിവസം പച്ചരി കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ അത് 2 കപ്പ് പച്ചരി ഉണ്ട്, ഒരു പിടി ചെറിയ ഉള്ളി ഉണ്ട്, ജീരകമുണ്ട്, ഒരു മുട്ട ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് ഇതുപോലെ കൺസിസ്റ്റൻസിയിൽ, ദോശമാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് വേണം, എന്നാൽ തിക്കും ആവരുത് കേട്ടോ. ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഇതുപോലെയുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇത് തയ്യാറാക്കാൻ കേട്ടോ. വളരെ സിമ്പിളാണ്. ഇനി എന്താ, പാനിൽ ഇത് ചുട്ടെടുക്കുകയാണ് കേട്ടോ. പാൻ എന്ന് പറയുമ്പം പണ്ടത്തെ കാലമൊക്കെ ആകുമ്പോൾ പാനുകളൊന്നുമില്ല, ചീനച്ചട്ടി ആയിരിക്കും എന്തായാലും ഉണ്ടാവുക. ആ ചീനച്ചട്ടിയിൽ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ കുറേ അംഗങ്ങളൊക്കെ ഉണ്ടാവും പണ്ട് കാലത്തെ വീട്ടിൽ. അപ്പോൾ ഗസ്റ്റ് വരുമ്പോഴും അതുപോലെ തന്നെ ഫാമിലി ഗെറ്റ് ടുഗദർ, അതായത് ജോലിയൊക്കെ കഴിഞ്ഞ് ജോലിക്കാരൊക്കെ വെക്കേഷന് വരുമ്പോൾ, കുട്ടികളൊക്കെ വെക്കേഷൻ ആകുമ്പോൾ, പിന്നെ ഫംഗ്ഷൻ, അതായത് വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ ഒത്തുകൂടല്ലോ. അപ്പോഴൊക്കെയാണ് ഇത് ഉണ്ടാക്കുക എന്നാണ് അച്ഛൻ പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരാൾ ഇതിനായിട്ട് ഇങ്ങനെ ചുടാനായിട്ട് ഇരിക്കും. അത്രയും അധികം ഉണ്ടാക്കി എടുക്കണമല്ലോ. അപ്പം ഇതുപോലെ ചീനച്ചട്ടിയിൽ തവി മാവ് ഒഴിച്ചിട്ട് വളരെ കനം കുറഞ്ഞിട്ട്, നീർദോശയൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ചുറ്റി അങ്ങനെ എടുക്കും. ചീനച്ചട്ടി ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ വളരെ എളുപ്പം, മുട്ടുള്ളതുകൊണ്ട് അടി പിടിക്കുന്നില്ല, വളരെ എളുപ്പം ഉണ്ടാക്കാം. പിന്നെ കഴിക്കാൻ നല്ല സ്വാദാണ്, നല്ല ഫ്ലേവറാണ്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് അച്ഛൻ പറയാറ് ചിക്കൻ കറി ഉണ്ടല്ലോ, ചിക്കൻ കറി അതാണ് ഉണ്ടാക്കുക. അപ്പം എല്ലാവരും വേനലവധിക്ക് നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. ഞാൻ ഇന്ന് ചിക്കൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാനൊരു ഗ്രീൻ പീസിൻ്റെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കറിക്ക് നല്ലൊരു കോംബോ ആണ്.